Analysis of amplitude modulated wave. Amplitude modulated wave എന്ന് പറയുമ്പോൾ carrier വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് is changing in accordance with the intensity of the input signal. Input signal എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ സിഗ്നലാണ്. ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നു. ഇങ്ങനെ ഔട്ട്പുട്ടായി കിട്ടുന്ന മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്ന വേവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് അഥവാ AM വേവ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടേക്കിംഗ് ദ കാരിയർ വേവ്. കാരിയർ വേവ് ക്യാൻ ബി റിട്ടൺ ആസ് EC ഈക്വൽ ടു ക്യാപിറ്റൽ EC കോസ് ഒമേഗ CT. Here capital EC is actually the amplitude of carrier wave. Omega C is the angular frequency of carrier wave. T എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് ടൈമാണ്. EC എന്ന് പറയുന്നത് ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ദ കാരിയർ വേവ്. ആണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഒരു കാരിയർ വേവിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ EC ഈക്വൽ ടു EC കോസ് ഒമേഗ CT എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കാരിയർ വേവിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതേ ഫോർമാറ്റിൽ ഇപ്പം ക്യാപിറ്റൽ EC എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ E ആണ്. അപ്പം ഇവിടെ കാരിയർ വേവ് ആയതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ E സഫിക്സ് C എന്നുള്ള രീതിയിൽ എഴുതിയത്, EC എന്നുള്ള രീതിയിൽ എഴുതിയത്. സോ ഇതേപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, രണ്ട് വേവ്സ് ഉണ്ട്. ദാറ്റ് ഇസ് കാരിയർ വേവും ഉണ്ട്, അതേപോലെ ഇൻഫർമേഷൻ സിഗ്നലും ഉണ്ട്. ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഈ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറണം. അങ്ങനെയാണ് നമുക്ക് AM വേവ് കിട്ടുന്നത്. AM വേവ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാരിയർ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിഗ്നൽ വേവ് എടുക്കാം. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ സിഗ്നലാണ് ES എന്ന് പറയുന്നത്. ES എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് സിഗ്നൽ അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ ES കോസ് ഒമേഗ S ഇൻറ്റു T. ES എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ES എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ. എന്ത് സിഗ്നലാണ് ഇവിടെ? ഇൻഫർമേഷൻ സിഗ്നലാണ്. നമുക്ക് ഒന്നുകിൽ പാട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജ് ആവാം. നമുക്ക് എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത് ആ ഒരു ഇൻഫർമേഷൻ സിഗ്നലിനെയാണ് നമ്മളിവിടെ ES ഈക്വൽ ടു ക്യാപിറ്റൽ ES കോസ് ഒമേഗ ST എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒമേഗ S എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് സിഗ്നലാണ്, അഥവാ ഇൻപുട്ട് സിഗ്നൽ അഥവാ ഇൻഫർമേഷൻ സിഗ്നലാണ്. T എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, ES എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ഇൻഫർമേഷൻ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് വൺ, ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എഴുതാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. നൗ നമുക്കറിയാം ഈ ഇൻഫർമേഷൻ സിഗ്നലിനനുസരിച്ച് കാരിയർ വേവ് മാറുന്നു. ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ചേഞ്ചിങ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി. ഒമേഗ C എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓൺലി ചേഞ്ച് ഹാപ്പൻസ് ഓൺ ദ ഫാക്ടർ EC. അപ്പോൾ നമുക്ക് വേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് അഥവാ AM വേവിൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AM വേവ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് AM വേവ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം EC എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആംപ്ലിറ്റ്യൂഡാണ്. നമുക്കറിയാം ഒരു കാരിയർ വേവിന് ആണ് ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് സംഭവിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. സോ ഇവിടെ EC എന്ന് പറയുന്ന ആൾ ഉണ്ടാവും അല്ലേ. അപ്പം സോ ദ ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു EC പ്ലസ് വേറെ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ES കോസ് ഒമേഗ ST എന്ന് പറയുന്ന ആൾക്ക് അനുസരിച്ചാണ് ഇവിടെ മാറ്റം ഉണ്ടാകുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദ സെയിം, ദറ്റ് ഈസ് ES കോസ് ഒമേഗ ST.
we have the relation that modulation factor small m is equal to EC by ES. ES by EC. Okay. ES by EC. From that we can write ES equal to m EC. We can put equation 3. Okay. Using equation 3 we can rewrite the equation. We can put this equation as 4 and we can write this equation as 3, and by using equation 4 we can write equation 3 as amplitude of AM wave equal to EC is same. ES can be written as MEC, that is MEC cos omega s into T. Okay, then we have a common factor here, that is EC. EC can be taken out, that is EC into 1 plus m cos omega s into T. This is actually the amplitude of AM wave. Okay, AM വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ കിട്ടുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒരു കാരിയർ വേവിൻ്റെ ഒരു എക്സ്പ്രഷൻ എടുത്തു. കാരിയർ വേവിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? EC ഈക്വൽ ടു EC ക്യാപിറ്റൽ EC കോസ് ഒമേഗ CT എന്നുള്ളതാണ്. ഇത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിഗ്നലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സിക്ക് പകരം എസ് കൊടുത്തു. ഓക്കെ, ES ഈക്വൽ ടു ES കോസ് ഒമേഗ ST എന്ന് എഴുതി. ദെൻ വി ക്യാൻ റൈറ്റ് ES എന്ന് പറയുന്നത് ദർ ഇസ് എ റിലേഷൻ connecting ES and EC, that is small m is equal to ES by EC. ES equal to m into EC ആണ്. that is m എന്ന് പറയുന്നത് എന്താണ്, മോഡുലേഷൻ ഫാക്ടർ ആണ്. യൂസിങ് ദിസ് റിലേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ MES എന്ന് പറയുന്ന ആളെ നമ്മൾ MEC കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സ്മോൾ ലെറ്റർ ES ഈക്വൽ ടു MEC കോസ് ഒമേഗ ST എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് AM വേവ് ആണ് വേണ്ടത്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് EC പ്ലസ് ES കോസ് ഒമേഗ ST എന്ന് എഴുതാം. ഓക്കെ, EC എന്ന് പറയുന്നത് നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അത് അതേപടിയുണ്ട്. പ്ലസ് എന്താണ്, മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ES കോസ് ഒമേഗ ST എന്ന് പറയുന്ന ടേം വരുന്നത്. കാരണം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്, കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് മാറ്റം സംഭവിക്കുന്നത്. അവിടെയുള്ള അഡീഷണൽ ഫാക്ടർ വരുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, then we can write it as EC plus MEC cos omega ST എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. and we can rewrite it as EC into 1 plus m cos omega ST. okay, we can put this as equation 5, and then instantaneous voltage of AM wave can be written as AM എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഇസ് EC ഇൻറ്റു ദാറ്റ് ഇസ് ദിസ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു കൊസൈൻ ടേം ആണ് വരിക. ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു 1 പ്ലസ് m കോസ് ഒമേഗ ST ഇൻറ്റു ഇവിടെ ഒരു കൊസൈൻ ടേം വേണം അല്ലേ. ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആകുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒരു കൊസൈൻ ടേം ഉണ്ടാവും. ദാറ്റ് ഇസ് ആക്ച്വലി കോസ് ഒമേഗ C ഇൻറ്റു T. എന്തുകൊണ്ടാണ് ഒമേഗ C എന്ന് യൂസ് ചെയ്തത്? ബിക്കോസ് വി നോ ദാറ്റ് AM വേവ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് കാരിയർ വേവ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് മോഡുലേറ്റഡ്. That means carrier wave whose frequency is actually given by the equation omega C. Okay, that is omega C. So there is no change for this term, that is cos omega CT exists as the same. There is only change happens to the amplitude, that is EC. Okay, EC gets changed into EC into 1 plus m cos omega ST. Okay, now we can do some manipulation to this equation 6. That is we have got, that is EAM. We have got EAM equal to EC plus EC into 1 plus m cos omega ST into cos omega CT. Okay, and we can do some manipulation to this equation by just putting
EC inside, that is EC, and here there is a cos omega ct, then EC into 1 into cos omega ct plus MEC cos omega st cos omega ct. Okay, and then we can write it as EC cos omega ct is nothing but is the carrier term, and this next term can be, we can do some manipulation here by just dividing by 2 and multiplying by 2, so that no effect. Okay, so we can divide it by 2 and multiply it by 2, so that we can write it as like this, cos omega c into t. Okay, and just look on this equation here, you can see that 2 cos omega st into cos omega ct is actually the sum of cos. We can write, we have the mathematical relation, that is cos a plus b plus cos a minus b is equal to 2 cos a cos b. We can use this equation for rewriting this EAM term, that is here 2 cos omega st into cos omega ct, that is omega st എന്ന് പറയുന്നത് നമുക്ക് a എന്ന് എടുക്കുകയാണെങ്കിൽ, മീൻസ് അല്ലെങ്കിൽ omega ct എന്ന് പറയുന്നത് a എന്ന് എടുക്കുകയാണെങ്കിൽ, omega st എന്ന് പറയുന്നത് b ആയിട്ട് എടുക്കുകയാണെങ്കിൽ, we can write it as എന്താണ്, cos, എങ്ങനെ എഴുതാം നമുക്ക്, omega c plus omega s into t plus cos omega c minus omega s into t എന്ന് പറയുന്നത് നമുക്കറിയാം 2 cos omega c t cos omega s into t എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെയുള്ള ഈ 2 cos omega s t into cos omega c t എന്ന് പറയുന്ന ആളെ നമുക്ക് ഈ ഒരു ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ആർ ജസ്റ്റ് യൂസിങ് ട്രിഗണോമെട്രിക് റിലേഷൻ. That is, the equation can be written as EAM is equal to EC cos omega ct plus MEC by 2 into cos omega c plus omega s into t plus cos omega c minus omega s into t. Okay, then we can take this MEC by 2 inside, that is EC by, we can write it as cos omega ct plus MEC by 2 cos omega c plus omega s into t plus MEC by 2 cos omega c minus omega s into t. This is actually the final expression for an amplitude modulated wave, that is the instantaneous voltage of an amplitude modulated wave is given by EAM is equal to EC cos omega ct plus MEC by 2 cos omega c plus omega s into t plus MEC by 2 cos omega c minus omega s into t. നമുക്ക് 3 ടേംസ് ആണ് ഉള്ളത് അല്ലേ. ഇറ്റ് ഈസ് ആക്ച്വലി ദ സമ്മേഷൻ ഓഫ് 3 ടേംസ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് EC cos omega ct which is having amplitude EC and omega c is the frequency. Okay, and the second term in the it is having amplitude MEC by 2 and frequency omega c plus omega s. Correspondingly frequency is actually FC plus FS ആണ് അല്ലേ, because omega c എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദറ്റ് ഇസ് 2 pi FC ആണ്. Similarly omega s is nothing but it is 2 pi FS, that is this is actually corresponding to frequency FC plus FS. Similarly, the third term is having amplitude MEC by 2 and correspondingly frequency FC minus FS. Okay, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനാണ്, ഫൈനൽ എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. ഇറ്റ് കണ്ടെയ്ൻസ് 3 ടേംസ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് EC cos omega ct ആണ്. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കാരിയർ വേവിൻ്റെ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ EC എന്ന് പറയുന്നത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആണെന്നറിയാം. corresponding frequency is actually it is FC. Okay, omega c എന്ന് പറയുമ്പോൾ that is FC. Okay, and similarly the second term എന്ന് പറയുന്നത് MEC by 2 cos omega c plus omega s into t ആണ്. MEC by 2 എന്ന് പറയുന്നതാണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ്. corresponding frequency എന്ന് പറയുന്നത് omega c plus omega s എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. So the corresponding frequency is actually FC plus FS.
Similarly, the third term is m is by 2 cos omega c minus omega s into t ആണ്. അതിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് m is by 2 ആണ്. And the corresponding frequency is fc minus fs ആണ്. Okay. Then the first term is actually representing the carrier wave, and the second and third term is representing some additional frequency അല്ലേ. ഇവിടെ എഫ് സി എന്ന് പറയുന്ന ആൾ നമ്മുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഫ്രീക്വൻസിയും കൂടി വന്നു, ദാറ്റ് ഇസ് എഫ് സി പ്ലസ് എഫ് എസ് ആൻഡ് എഫ് സി മൈനസ് എഫ് എസ് അല്ലേ. നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് കാരിയർ വേവ് തന്നെയാണ്, ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ആക്ച്വലി ചേഞ്ച്ഡ്. സോ അവിടെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു അഡീഷണൽ ഫ്രീക്വൻസീസ് വരുന്നുണ്ട്. രണ്ട് ഫ്രീക്വൻസീസ് ആണ് വന്നത്, ദാറ്റ് ഇസ് എഫ് സി പ്ലസ് എഫ് എസ് ആൻഡ് എഫ് സി മൈനസ് എഫ് എസ്. ഓക്കെ, this fc plus fs and fc minus fs are known as, that is additional frequency ആണ് ഇവിടെ വന്നിട്ടുള്ളത്. fcൻ്റെ കൂടെ fc plus fs വന്നു, fc minus fs വന്നു. These additional frequencies are known as sideband frequencies. Okay, this is called a sideband frequencies. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതുവാണ്, എഫ് സി പ്ലസ് എഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഇസ് നോൺ ആസ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. ആൻഡ് സിമിലർലി എഫ് സി മൈനസ് എഫ് എസ് എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി നോൺ ആസ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കൊരു ബാൻഡ് വിഡ്ത്ത് കാണാം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ബാൻഡ് വിഡ്ത്താണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എഫ് സി പ്ലസ് എഫ് എസ് ഇതിൻ്റെ ജസ്റ്റ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി മൈനസ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 2fs. ദിസ് ഇസ് ആക്ച്വലി ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ബാൻഡ് വിഡ്ത്താണ് തന്നിട്ടുള്ളത്. നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈസി, നമുക്കറിയാം എഫ് സി എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി, നമ്മൾ ഫ്രീക്വൻസിയാണ് നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിലും അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ് വൈ ആക്സിലും എങ്കിൽ കറസ്പോണ്ടിംഗ്ലി എഫ് സി എന്ന് പറയുന്നത് നമുക്കറിയാം കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇൻ അഡീഷൻ ആയിട്ട് നമുക്ക് രണ്ട് ബാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പർ സൈഡ് ബാൻഡ് അതേപോലെ ലോവർ സൈഡ് ബാൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പർ സൈഡ് ബാൻഡിൻ്റെ we know that this is highest one, this is actually corresponding to EC and dotted line ആണ് വരയ്ക്കേണ്ടത്. this is EC and upper side band ഉണ്ട് lower side band ഉണ്ട്. അതായത് എഫ് സി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എടുക്കുന്ന സമയത്ത് ആ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് എഫ് സി ഉണ്ടായിരിക്കും, എഫ് സി പ്ലസ് എഫ് എസും ഉണ്ടാവും, എഫ് സി മൈനസ് എഫ് എസും ഉണ്ടാവും. ദാറ്റ് ഇസ് എഫ് സി പ്ലസ് എഫ് എസും ഉണ്ടാവും, എഫ് സി മൈനസ് എഫ് എസും ഉണ്ടാവും. ഈ എഫ് സി പ്ലസ് എഫ് എസും എഫ് സി മൈനസ് എഫ് എസും കറസ്പോണ്ട് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ദാറ്റ് ഇസ് ആക്ച്വലി എം ഇ സി ബൈ 2 ആണ് അല്ലേ. രണ്ട് കേസിലും എം ഇ സി ബൈ 2 ആണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു ദിസ് നമ്മൾ ഡിറൈവ് ചെയ്ത് നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരെ നമ്മൾ വരയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ഒരു കൺഫ്യൂഷനും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഈ ഒരു എക്സ്പ്രഷൻ, ലാസ്റ്റ് ഫൈനൽ എക്സ്പ്രഷൻ ഈസ് ആക്ച്വലി ഇറ്റ് ഇസ് ഇ എ എം ഇസ് ഈക്വൽ ടു ഇ സി കോസ് ഒമേഗ സി ടി പ്ലസ് എം ഇ സി ബൈ 2 കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എസ് ഇൻറ്റു ടി പ്ലസ് എം ഇ സി ബൈ 2 കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എസ് ഇൻറ്റു ടി എന്ന് പറയുന്നതാണ്. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഓക്കെ, താങ്ക് യു.